നമുക്കറിയാം ഇപ്പോൾ ISL സമനിലകൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയം നമ്മുടെ മാർക്കസ് മെർഗലോ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ആ ഒരു കാര്യം എന്താണെന്ന് നമ്മൾ നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ലൈക്ക് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ എല്ലാവരും ലൈക്ക് ചെയ്യുക. 100 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്, അതിലേക്ക് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴത്തെ ISL പോയിന്റ് ടേബിൾ നോക്കി കഴിഞ്ഞാൽ നമുക്കൊന്നും പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആ ഒരു രീതിയിലാണ് എന്താ പറയുക, പോയിന്റ് ടേബിൾ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരാളിവിടെ ജയിക്കുമ്പോൾ അതായത് സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി നമുക്ക് തോന്നുന്ന ഒരു ടീം അവിടെ വിജയിക്കും. തിരിച്ചു വരുമ്പോൾ അടുത്തുള്ളവർ പരാജയപ്പെടുന്നു, പിന്നെ സമനിലയാകുന്നു, തുടർച്ചയായിട്ടുള്ള സമനിലകൾ വരുന്നു. സോ അങ്ങനെ സമനിലകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ. സോ ഈ ഒരു സാഹചര്യത്തിൽ മാർക്കസ് മെർഗലോ പറഞ്ഞൊരു കാര്യമാണ്, അതായത് നേരത്തെ ഒരു സീസണിൽ ഇതുപോലെ തന്നെ സമനിലകൾ കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു, ധാരാളം സമനിലകൾ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്ത് ISL ഓർഗനൈസേഴ്സ് ഒരു ചർച്ച നടത്തിയിരുന്നു, അതായത് പെനാൽറ്റി ഷൂട്ട് ഔട്ട് വെച്ചാലോ എന്ന്. അതായത് സമനിലകൾ കൂടിക്കൊണ്ടിരുന്നതുകൊണ്ട് തന്നെ ആ ഒരു സമനിലകൾ മാറ്റാൻ വേണ്ടിയിട്ട് പെനാൽറ്റി ഷൂട്ട് ഔട്ടിലേക്ക് പോകാം എന്നൊരു സംഭവം അവരന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ അന്ന് നടന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇനിയിപ്പോൾ എന്താ പറയുക, സമനിലകൾ കൂടിക്കഴിഞ്ഞാൽ പെനാൽറ്റി ഷൂട്ട് ഔട്ടൊക്കെ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം. എന്തായാലും അത് വേണ്ടാന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ചില ടീമുകൾ പെനാൽറ്റി ഷൂട്ട് ഔട്ട് വരാൻ വേണ്ടിയിട്ട് സമനിലയിൽ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. സോ എന്തായാലും പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്ന് പറയുന്നത് നോക്കൗട്ടിൽ വെക്കേണ്ടത് തന്നെയാണ്, അല്ലാതെ ലീഗ് സ്റ്റേജസിൽ വെക്കേണ്ട ഒരു സംഭവമല്ല പെനാൽറ്റി ഷൂട്ട് ഔട്ട് എന്ന് പറയുന്നത്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിൻ്റെ ഒരു പ്രസക്തി തന്നെ അങ്ങ് ഇല്ലാതായി പോകും. സോ എന്തായാലും പെനാൽറ്റി ഷൂട്ട് ഔട്ടിൻ്റെ ഒന്നും ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീട്ടിൽ കാണുന്നവരെ ഗുഡ് ബൈ.